മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാമത്തെ പർവമായ സൗപ്തിക പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അശ്വത്ഥാമാവിന്റെ അഭിപ്രായത്തെ കേട്ടപ്പോൾ കൃപാചാര്യൻ വല്ലാതെ അസ്വസ്ഥനായി. ഏതോ ഒരു വലിയ കാലദോഷം ദ്രൗണിയെ തടുക്കാൻ കഴിയാത്തൊരധർമ്മത്തിലേക്ക് പിടിച്ചു വലിക്കുകയാണെന്നും തൽക്കാലം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വിഷമമാണെന്നും അദ്ദേഹത്തിന് തോന്നി. എങ്കിലും ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഉണ്ണി, എന്തൊക്കെയായാലും നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചു കിടന്നുറങ്ങൂ. വിശ്രമം കഴിയുമ്പോൾ പൂർവാധികം ശക്തിയും ഉത്സാഹവും കിട്ടും. പ്രഭാതത്തിൽ നമുക്ക് 3 പേർക്കും കൂടെ പോയി പാണ്ഡവരെയും പാഞ്ചാലരെയും സോമകരെയും എല്ലാം കൊല്ലാം. നിന്റെ ഏതു സംരംഭത്തിനും ഞങ്ങൾ 2 പേരും സഹായിക്കാം. നമ്മൾ 3 പേരും തയ്യാറെടുത്തു ചെന്നാൽ പാണ്ഡവരെയോ പാഞ്ചാലരെയോ ജയിക്കാൻ കഴിയുമെന്നതിൽ അത്ഭുതമില്ല. ദേവശ്രേഷ്ഠനായ ദേവേന്ദ്രൻ വന്നാൽ പോലും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെയാണോ ഈ പാണ്ഡവരും പാഞ്ചാലരും? അതിനാൽ ഇന്ന് രാത്രി ചട്ടയഴിച്ച് കിടന്നുറങ്ങൂ. പ്രഭാതത്തിൽ നിന്റെ അഭിപ്രായപ്രകാരം എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കൃപാചാര്യൻ. എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം അശ്വത്ഥാമാവിനെ തടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിനറിയാം. ഏതോ ഒരു ദുഷ്കാല പ്രചോദിതമായ ഒരു അധർമ്മ പ്രവണത അദ്ദേഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രവൃത്തിയായി തീരുമെന്നുകൂടി കൃപന് ബോധ്യമായിട്ടുണ്ട്. അതിനാൽ അധികമൊന്നും പറയാതെ നിർത്തി. പക്ഷേ അശ്വത്ഥാമാവിന് അല്പം പോലും തൃപ്തിയായില്ല. അദ്ദേഹം ആവേശഭരിതനായിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്: ശത്രുക്കളോട് ദ്വേഷം വളർന്ന് പ്രതികാരം ചെയ്യാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? എൻ്റെ അച്ഛനെ നീചമായി വെട്ടിക്കൊന്ന പാഞ്ചാലനെ കൊന്ന് പ്രതികാരം ചെയ്തല്ലാതെ സകല പാഞ്ചാലരെയും പാണ്ഡവരെയും കൊന്ന് എൻ്റെ പ്രിയപ്പെട്ട കർണനും ദുര്യോധനനും തൃപ്തി വരുത്തിയല്ലാതെ എനിക്കുറങ്ങാൻ കഴിയില്ല. അതിനാൽ ആ പ്രവൃത്തിക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം. അതും കൂടി കഴിഞ്ഞല്ലാതെ മാറിൽ നിന്ന് ചട്ടയഴിക്കാൻ വയ്യ. കൃഷ്ണാർജുനന്മാരാൽ രക്ഷിക്കപ്പെടുന്നവരാണ് പാണ്ഡവരും പാഞ്ചാലരുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് എല്ലാവരും ചട്ടയഴിച്ചു വെച്ച് ആയുധത്തെ മറന്നുറങ്ങും. ആ സമയത്ത് അവരുടെ ശിബിരത്തിൽ കടന്ന് എല്ലാറ്റിനെയും വെട്ടിക്കൊല്ലണം. അതേ ഇനി മാർഗമുള്ളൂ. ധർമ്മത്തിൻ്റെ പേര് പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല. ഈ രാത്രിയിൽ അന്ധകാരത്തിൽ വച്ചു തന്നെ കാര്യം നടത്തണം. പ്രഭാതമായി കഴിഞ്ഞാലെല്ലാം അപകടമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനാൽ ഒന്നും സംശയിക്കാതെ ഇപ്പോൾ തന്നെ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞ് തയ്യാറായി എഴുന്നേറ്റ ദ്രോണപുത്രന്റെ സംരംഭദാർഢ്യത്തെ കണ്ട കൃപാചാര്യൻ വല്ലാതെ അസ്വസ്ഥനായി. അതിനാൽ അദ്ദേഹം ഒരിക്കൽ കൂടി ചിലത് പറഞ്ഞു. എനിക്കറിയാം, ബുദ്ധി ദുഷിച്ചവനും ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടവനും ശരിയായ ശുശ്രൂഷയില്ലാത്തവനും ധർമ്മശ്രദ്ധയുണ്ടാവില്ലെന്ന്. അവർ വരാൻ പോകുന്ന പാപഭംഗിലമായ അവസ്ഥയെ കാണില്ല. അതിനാൽ എന്തു ചെയ്യാനും മടിക്കുകയുമില്ല. എന്നാൽ ബുദ്ധിമാനും വൃദ്ധസേവയെ ചെയ്യുന്നവനുമായ നീ ഇങ്ങനെ അധർമ്മം പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയാത്തത്. അതിനാൽ ഞാൻ പറയട്ടെ, ഉണ്ണി, ഉറങ്ങുന്നവനെയും കയ്യിൽ ആയുധമില്ലാത്തവനെയും വാഹനം നശിച്ചവനെയും ശരണം പ്രാപിച്ചവനെയും ഒന്നും കൊല്ലരുത്. കടുത്ത അധർമ്മമാണ് ആ പ്രവൃത്തി. ഇതുവരെയും പാപം തീണ്ടിയിട്ടില്ലാത്ത നീ എന്തിനാണതിനൊരുങ്ങുന്നത്? പാണ്ഡവരും പാഞ്ചാലരുമൊക്കെ ഇപ്പോൾ ചട്ടയഴിച്ചു വെച്ച് വിശ്വാസത്തോടുകൂടി മരിച്ച പോലെ കിടന്നുറങ്ങുകയായിരിക്കും. അപ്പോൾ അവരെ സമീപിക്കുന്നത് ശരിയല്ല. അതിനാൽ ഇപ്പോൾ കിടന്നുറങ്ങൂ. പ്രഭാതത്തിൽ നമുക്കവരെ യുദ്ധം ചെയ്ത് കൊല്ലാം. അതാണ് നല്ലത്. കൃപന്റെ ഈ വക ധർമ്മവാക്യങ്ങളൊന്നും അശ്വത്ഥാമാവിന്റെ ചെവിയിൽ കയറിയില്ല. അദ്ദേഹം പറയുകയാണ്: എൻ്റെ പ്രിയപ്പെട്ട അമ്മാമ, അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ധർമ്മസ്വരൂപത്തെ സാമാന്യമായി ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ അങ്ങ് പറയുന്ന ഈ ധർമ്മസ്വരൂപത്തെ എത്ര പ്രാവശ്യം നമ്മുടെ ശത്രുക്കൾ ഭഞ്ജിച്ചില്ല? അതിനെയൊക്കെ എന്തുകൊണ്ടാണ് അങ്ങ് ആക്ഷേപിക്കാത്തത്? എൻ്റെ അച്ഛനെ എങ്ങനെയാണ് പാഞ്ചാലൻ കൊന്നത്? ആയുധം വച്ച ഒരാളെ കൊല്ലുന്നത് ധർമ്മമാണോ? ആയുധം വച്ച് തേർച്ചക്രം പൊക്കുമ്പോഴല്ലേ കർണനെ കൊന്നത്? അത് ധർമ്മമാണോ? ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മനെ കൊണ്ട് ആയുധം വെപ്പിച്ചിട്ടല്ലേ അർജുനൻ അദ്ദേഹത്തെ വീഴ്ത്തിയത്? പ്രായോപവേശം ചെയ്തു കിടന്ന ഭൂരിശ്രവസിനെയല്ലേ സത്യകി വെട്ടിക്കൊന്നത്? ഇത് ധർമ്മമാണോ? അവസാനമായി ദുര്യോധനനെ വീഴ്ത്തിയതും അധർമ്മത്തിൽ കൂടിയല്ലേ? ഇങ്ങനെ ആയിരക്കണക്കിൽ അധർമ്മങ്ങൾ പ്രവർത്തിച്ച് കാര്യം നടത്തിയ ശത്രുക്കളോടാണോ അങ്ങ് അധർമ്മം പ്രവർത്തിക്കരുതെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ അച്ഛനെ എങ്ങനെ അധർമ്മമായി ചതിച്ചു കൊന്നുവോ അതുപോലെ ദൃഷ്ടദ്യുമ്നനെയും ഉറക്കത്തിൽ മൃഗത്തെ എന്ന പോലെ ചതിച്ചു കൊല്ലണം.
അതിനാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. അവന് പോർക്കളത്തിൽ മരിച്ചാൽ കിട്ടാനിടയുള്ള വീരസ്വർഗം കൂടി നഷ്ടപ്പെടട്ടെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വല്ല ഉറുമ്പോ ഈച്ചയോ മറ്റോ ആയി ജനിക്കാൻ ഇടവരികയാണെങ്കിൽ അതും എനിക്ക് സന്തോഷമാണ്. ഏതായാലും എന്നെ ഈ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവ് കുതിരകളെ അഴിച്ച് തേരിൽ കെട്ടി തേരിൽ കയറി. പിന്നെ അദ്ദേഹത്തെ വിട്ടുനിൽക്കുന്നത് എങ്ങനെയെന്ന നിലയിൽ കൃപനും ഭോജനും അശ്വത്ഥാമാവിനെ അനുഗമിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് അർദ്ധരാത്രി സമയത്ത് പ്രസ്തുത 3 പേരും 3 അഗ്നിശിഖകളെ പോലെ ജ്വലിച്ചുകൊണ്ട് പാണ്ഡവരുടെ ശിബിരത്തെ ലക്ഷ്യമാക്കി നടന്നു. അശ്വത്ഥാമാവ് ശിബിരത്തിന്റെ പുരോഭാഗത്ത് പ്രവേശനദ്വാരമായ വാതിൽക്കൽ ചെന്നു നിന്നു. അല്പം പിന്നിലായി മറ്റു 2 പേരും നിന്നു. അങ്ങനെ ശിബിരത്തിനുള്ളിലെ സ്ഥിതിഗതികളെ വീക്ഷിക്കാൻ തുടങ്ങി. അകത്ത് കടക്കാൻ തുടങ്ങിയ ദ്രോണപുത്രൻ പെട്ടെന്ന് തന്റെ മുന്നിൽ ഭയങ്കരമായ ഒരു ഭൂതം നിൽക്കുന്നതായി കണ്ടു. വളരെ തടിച്ച ദീർഘമായ ശരീരം, മഹാവിവിവത്സമായ മുഖം, അസംഖ്യം കൈകൾ, ദേഹത്തിൽ പല ഭാഗത്തും ക്രൂരസർപ്പങ്ങൾ, ആരെയും ഞെട്ടിക്കുന്ന നോട്ടം. ആ ദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രശ്മികളിൽ നിന്ന് പൊന്തുന്ന വിഷ്ണു സ്വരൂപങ്ങളും സർപ്പങ്ങളും, ആകപ്പാടെ നോക്കി നിൽക്കാൻ പോലും വയ്യാത്ത ഭയങ്കര സത്വം, അന്തകനെ പോലും ഭയപ്പെടുത്തുന്ന ഭാവവും. എന്തൊരു സത്വമാണ് അതെന്നറിയാതെ അശ്വത്ഥാമാവ് അല്പം പരിഭ്രമിക്കുക തന്നെ ചെയ്തു. എങ്കിലും ധൈര്യം അവലംബിച്ച് ഏത് സത്വമായാലും നശിച്ചു പോട്ടെ എന്ന് തീർച്ചപ്പെടുത്തി ആഗ്നേയം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിച്ചു. പക്ഷെ ആ അസ്ത്രങ്ങളെയെല്ലാം ആ മഹാസത്വം വിഴുങ്ങുകയാണ് ചെയ്തത്. രാജ്യം മുഴുവൻ ചുട്ടുമുടിക്കാൻ പറ്റുന്ന ഭയങ്കരങ്ങളും തേജോമയങ്ങളുമായ മഹാസ്ത്രങ്ങളെ അശ്വത്ഥാമാവ് അനേകം പ്രയോഗിച്ചുവെങ്കിലും അവയെല്ലാം ആ മഹാഭൂതം വിഴുങ്ങി. ദിവ്യാസ്ത്രങ്ങളെ വിഴുങ്ങും തോറും അതിൻ്റെ തേജസ്സും വീര്യവും കൂടാനും തുടങ്ങി. മഹാരഥനായ ദ്രൗണി ആകപ്പാടെ വിഷണ്ണനായി. ഇതുവരെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീര്യവും ഉത്സാഹവും ക്ഷയിച്ച് ഇതികർത്തവ്യമൂഢനായി. മാത്രമല്ല ഭയാശങ്കകൾ അദ്ദേഹത്തെ ബാധിക്കുകയും ചെയ്തു. അസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേൽ, വാൾ, ഗദ എന്നിവയും പ്രയോഗിച്ചു നോക്കി. പക്ഷെ അവയും ആ ഭൂതത്തിൽ തന്നെ ചേർന്ന് ലയിച്ചതല്ലാതെ അതിന് ഏതൊരു പരിക്കും പറ്റിയില്ല. അതോടെ അശ്വത്ഥാമാവിന്റെ ആയുധങ്ങളെല്ലാം തീർന്നു. അദ്ദേഹം ഗത്യന്തരമില്ലാതെ പിൻവാങ്ങുക തന്നെ ചെയ്തു. പക്ഷേ ഭയപ്പെട്ട് മടങ്ങിപ്പോകുവാൻ ലജ്ജയും കാര്യഗൗരവവും അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതിനാൽ തേരിൽ നിന്നിറങ്ങി അത്യന്ത ഭക്തിയോടുകൂടി ശ്രീരുദ്രദേവനെ സമ്പൂർണമായി സ്തുതിച്ച് ശരണം പ്രാപിച്ചു. അതോടെ സ്വർണവേദിയോടുകൂടിയ അഗ്നികുണ്ഡവും അസംഖ്യം വികൃത സ്വരൂപങ്ങളായ ഭൂതങ്ങളും അശ്വത്ഥാമാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം അഗ്നിയെ ജ്വലിപ്പിച്ച് തന്നെത്താൻ പശുവായി തീർന്ന് ആത്മബലി സ്വരൂപമായ ക്രതുകൊണ്ട് ശ്രീരുദ്രദേവനെ യജിച്ചു. അശ്വത്ഥാമാവ് തന്നെ ഹോമപശുവായി അഗ്നികുണ്ഡത്തിലിറങ്ങി നിന്ന് ദഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം അഗ്നിയിൽ കത്തിജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ശ്രീരുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടു. അശ്വത്ഥാമാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ പാഞ്ചാലരെ കൊല്ലാതിരുന്നത്. വാസ്തവത്തിൽ അവരുടെ ആയുസ് തന്നെ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിന്റെ ആഗ്രഹം നിറവേറും. ഞാൻ നിന്നിൽ തന്നെ പ്രവേശിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിതീക്ഷ്ണമായ ഒരു വാൾ അശ്വത്ഥാമാവിന്റെ കയ്യിൽ വച്ചുകൊടുത്തു. ഭഗവാൻ സൂക്ഷ്മരൂപേണ ദ്രൗണിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ ഭൂതഗണങ്ങളും അദൃശ്യരൂപികളായി തീർന്ന് അദ്ദേഹത്തെ അനുഗമിക്കാൻ തുടങ്ങി. അതുവരെ വാതിൽക്കൽ കണ്ടിരുന്ന ഭൂതത്തെ അപ്പോൾ കാണാതെയുമായി. ഉടനെ ദ്രോണപുത്രൻ കൃപനെയും കൃതവർമാവിനെയും വിളിച്ച് വാതിൽക്കൽ നിർത്തി. ഒരാളും ജീവനോടുകൂടി ഇതിലെ ഓടിപ്പോകരുത്, നിങ്ങൾ അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് ഏൽപ്പിച്ച് വാളുമായി ശിബിരത്തിനുള്ളിലേക്ക് കടന്നു. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.